അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ സമകാലിക പ്രസക്തി. ആ ധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് തോൽക്കുന്നതാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വാക്യങ്ങളും കൃതികളും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ഥാപിച്ച ചൂണ്ടുപലകകളാണ്. ഇവിടെ ജനിച്ചു മരിച്ചവരെയും ഇനി ജനിക്കാനിരിക്കുന്ന വരും തലമുറയെയും നന്മയുടെ ഭൂമികയിലേക്ക് നയിക്കുന്ന ചൂണ്ടുപലകകൾ. മനുഷ്യസ്നേഹികളിൽ ഗുരുവും ഗുരുക്കന്മാരിൽ മനുഷ്യസ്നേഹിയുമായിരുന്നു ശ്രീനാരായണ ഗുരു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ സാമൂഹികവും സാമ്പത്തികവും സംഘടനാപരവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവും എന്നുവേണ്ട ഗുരു കൈവയ്ക്കാത്ത മേഖലകളില്ല. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഐത്തത്തിന്റെ വേരുകൾ ഏർക്കാനാണ് ഗുരു ശ്രമിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരു അരുൾ ചെയ്തത്. മതസൗഹാർദ്ദം, മാനവികത എന്നീ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസാഹിത്യത്തിന്റെ മുദ്രാവാക്യമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും ഗുരു നമ്മെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇപ്പോഴും ഇന്ത്യയുടെ പല മേഖലകളിലും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള പ്രക്ഷോഭങ്ങൾ തുടരുന്നു. എന്തിന്, നാരായണ ഗുരുസ്വാമികളുടെ നാടായ കേരളത്തിൽ പോലും ഈ സംവിധാനം എടുത്തു കളയാനായിട്ടില്ല. പല മേഖലകളിലും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള തരംതിരിവുകൾ തുടരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും കൊല്ലും കൊലയും അക്രമങ്ങളും നിത്യസംഭവങ്ങളായി തുടരുന്നു. അപ്പോൾ നാം പ്രബുദ്ധരാണോ? ഇനിയും അവസാനിക്കാത്ത ജാതി വെറിയുടെ, ഇനിയും അവസാനിക്കാത്ത മതചിന്തയുടെ, ഇനിയും അവസാനിക്കാത്ത വർഗീയതയുടെ ഈ നാളുകളിൽ ഗുരുവിന്റെ വാക്കുകൾ വെളിച്ചമാണ്. ആ വെളിച്ചം തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തിയും. അദ്വൈതത്തിനെ പൂണൂലണിയിച്ച ആര്യ മതങ്ങൾ കേൾക്കെ, അവരുടെ 1000 ദൈവങ്ങൾ കേൾക്കെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ, നിന്റെ വെളിച്ചം നയിക്കട്ടെ. ഏവർക്കും എൻ്റെ ചതയ ദിനാശംസകൾ.